ഒന്നും ചെയ്യുന്നില്ല. ഞങ്ങൾക്കൊരു ചലഞ്ചാണ്. അതെ അതെ അതെ, എനിക്കൊരു ചലഞ്ച് ഉണ്ടായിരുന്നു. അപ്പൊ ചേട്ടനെ കണ്ടപ്പോ ചേട്ടനെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഒരാളോട് ചേട്ടാ, ഞാൻ ഇവിടെ അടുത്ത വീട്, ഞാൻ ചേട്ടനെ അവിടെ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമായി. എവിടെ സ്ഥലം? ഞാൻ ഇവിടെ എടപ്പാള. കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ പിന്നെ അമ്മയുള്ളതുകൊണ്ട് പറയാം. ഭയങ്കര ഇഷ്ടമായി. ഓക്കെ. സിംഗിൾ ആയിരുന്നോ? അല്ല, മിങ്കിളാണ്. നിങ്ങളാണോ? അപ്പൊ ഒരു ടൈമിൽ രണ്ടുപേര്. ഞങ്ങളിതാ എവിടെയാണുള്ളത്? എടപ്പാളാണ് വന്നിട്ടുള്ളത്. നമ്മളിന്നൊരു കിടിലൻ വീഡിയോ ചെയ്യാൻ വേണ്ടി പോവാണ്. അതെ ഗൈസ്, എങ്ങനെയാണ് റമീഷ പറ? നമ്മുടെ ഫായിസിന് ഒരു കിടിലൻ പ്രൊപ്പോസ് ചലഞ്ച് കൊടുക്കാൻ പോവാണ്. ഫായിസിനല്ല, നമ്മൾ റാൻഡം ആയിട്ട് ഒരാളെ കണ്ടുപിടിച്ച് റമീഷ പോയിട്ട് ഒരു ചലഞ്ച് കൊടുക്കും. ചലഞ്ച് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ പ്രപ്പോസ് ചെയ്യാൻ. ആ പ്രപ്പോസ് ചെയ്യുന്നത് എന്നെ ആയിരിക്കും. ഞാൻ ഒരു സ്ഥലത്ത് വന്നിരിക്കും, ഇവര് ചലഞ്ചാ പറഞ്ഞിട്ട് കൊണ്ടുവന്നിട്ട് എന്നെ കാണിച്ചു കൊടുക്കും. അപ്പൊ അവരെങ്ങനെയാണ് റിയാക്ട് ചെയ്യാൻ നോക്കാം. ഓക്കെ, റെഡി അല്ലേ? റെഡിയാണ്. അപ്പൊ എന്തായാലും വീഡിയോ മസ്റ്റ് കണ്ടോ. ഇതിൽ രണ്ട് കാര്യം നോക്കണം. ചലഞ്ച് ഏറ്റെടുത്ത് ചെയ്യോ എന്നുള്ളത് നോക്കുകയാണ്. 200 റുപ്പീസ് ആള് വിൻ ചെയ്യൂട്ടോ ഏറ്റെടുത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, ആള് ഇന്നെയാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഞാനതൊന്ന് കറക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും ഇഷ്ടമായി എന്ന് പറഞ്ഞ പോലെ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ അവരുടെ റിയാക്ഷൻ നോക്കാം. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. എന്താ പേര്? റിയ. ഒരു പ്രപ്പോസ് ചലഞ്ചാണ്. എന്താ ചെയ്യുന്നത്? എവിടെ? ഓക്കെ, പ്രപ്പോസ് ചലഞ്ചാണ്. അപ്പോൾ ജസ്റ്റ് പ്രപ്പോസ് ചെയ്താൽ മതി, ഫണ്ണായിട്ട് തന്നെ എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഒരാളെ കാണിച്ചു തരാം. എങ്ങനെ പറഞ്ഞാൽ മതി. ഞാൻ നേരത്തെ തന്നെ കണ്ടു, അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആ രീതി പിന്നെ അറിയാലോ, പറയേണ്ട ആവശ്യമില്ല. വാ. അല്ല, അവിടെ ആൾക്കാരെ നോക്കാം ഞാൻ. ഓക്കെ ഓക്കെ, അവിടെ റൈറ്റ് സൈഡിൽ ഒരാളിങ്ങനെ പോർച്ചുഗലിൻ്റെ ജേഴ്സി ഇട്ട് കണ്ട. ഇത് ഇവിടെ റൈറ്റ് സൈഡിൽ കണ്ട അയാളെ. അതെന്താ വെച്ചാൽ ഇങ്ങനെ പറഞ്ഞാൽ മതി. ഞാൻ ആദ്യം കണ്ടു, അപ്പോൾ ജേഴ്സി കൂടി. താൻ ഏതാ ടീം? ബ്രസീലാണ്. കുഴപ്പമില്ല, പോർച്ചുഗൽ ഫാന്. ഞാൻ CR7 ഭയങ്കര ഫാനാണ്. അപ്പോൾ എനിക്ക് എന്താ അറിയില്ല, അത് രണ്ടും കൂടി കണ്ടപ്പോൾ ആകെ ക്രഷ് അടിച്ച് ആ രീതിയിൽ സംസാരിക്കാം. ഓക്കെ, പോയിക്കോ. അത് വെച്ചോ വെച്ചോ, മേലെ വെച്ചു. ഞാൻ വരുന്നുണ്ടോ? അടിപൊളിയായിട്ട് പ്രപ്പോസ് ചെയ്യാൻ അറിയില്ല. അടിപൊളിയല്ലേ? ചേട്ടാ, ഞാൻ ഇവിടെ അടുത്ത വീട്, ഞാൻ ചേട്ടനെ അവിടെ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമായി. പോർച്ചുഗലിന്റെ ഫാനാണോ? എന്താ പറഞ്ഞ്? ചേട്ടന്റെ പേരെന്താ? അതിന് മുന്നേ എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. എവിടെ സ്ഥലം? ഞാൻ ഇവിടെ എടപ്പാള. എടപ്പാള എവിടെ? മാങ്ങാട്ടൂര്. എന്താ ചെയ്യുന്നത്? ഞാൻ വർക്ക് ചെയ്യാം. എത്ര ഏജ്? 23. 23 എത്ര ഏജ്? എത്ര തോന്നും? 25. ഏകദേശം അടുത്തെത്തി. കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ പിന്നെ അമ്മയുള്ളതുകൊണ്ട് പറയാം. ഭയങ്കര ഇഷ്ടമായി. ഓക്കെ. സിംഗിൾ ആയിരുന്നോ? അല്ല, മിങ്കിളാണ്. നിങ്ങളാണോ? അപ്പോൾ ഒരു ടൈമിൽ രണ്ടുപേര്. ഇപ്പൊ ഞാൻ അവരോട് കൂടി ചോദിച്ചിട്ട്. അവരോട് ചോദിച്ചിട്ടില്ലേ? ചോദിക്കാതെയാണോ വന്നേ? പെട്ടെന്ന് ഞാൻ കണ്ടപ്പോ ഇപ്പൊ തന്നെ വിളിച്ചിട്ട് ആളോട് പറയോ? ആള് ഗൾഫിലാണ്. അപ്പൊ ആള് ഗൾഫിലായ സമയത്ത് എന്നോട് ഇഷ്ടം പറയൂ? അല്ല, കണ്ടപ്പോ ഇഷ്ടമായപ്പോ ഞാൻ ലോങ് ഡിസ്റ്റൻസ് ആയതുകൊണ്ടാണ്. അവരോട് ഞാൻ സംസാരിച്ചിട്ട് ചോദിച്ചിട്ട്. അല്ല, മനസ്സിലായില്ല. അതെങ്ങനെയാന്ന് മനസ്സിലായില്ല. അല്ല, സമയത്ത് രണ്ടുപേരാ. ക്രഷ് അടിക്കുന്നതിൽ കുഴപ്പമില്ലല്ലോ. ക്രഷായി. അതെ, എനിക്കും ക്രഷായി. ഓക്കെ ഓക്കെ, നൈസ് ടു മീറ്റ് യു. ഐസ്ക്രീം എന്തെങ്കിലും വേണോ? വേണ്ട വേണ്ട, കണ്ടതിൽ ഒരുപാട് സന്തോഷം. കഴിഞ്ഞില്ലേ? സോറി കേട്ടോ, ഇത് ചലഞ്ചായിരുന്നു. പറഞ്ഞു കൊടുക്കും. നമ്മൾ കുക്കുറി TV വരുന്നത്. പറഞ്ഞു കൊടുക്കും. ഞങ്ങൾക്കൊരു ചലഞ്ചാണ്. അതെ അതെ അതെ, എനിക്കൊരു ചലഞ്ച് ഉണ്ടായിരുന്നു. അപ്പൊ ചേട്ടനെ കണ്ടപ്പോൾ ചേട്ടനെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഒരാളോട് ചലഞ്ച് പരിപാടിയാണ് കേട്ടോ. ഡൗൺ ആയിട്ട് ഇരിക്കുവായിരുന്നു. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഒരു മിനിറ്റ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുക്കുറി TVയുടെ പരിപാടിയിൽ പങ്കെടുത്ത എൻ്റെ പേരെന്താ? സോറി കേട്ടോ, ഇത് നമ്മളൊരു ചലഞ്ചിൻ്റെ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്കൊരു 300, ഒരു മിനിറ്റാണ് കേട്ടോ, 300 റുപ്പീസ്. അല്ല, അത് അവരല്ലേ തീരുമാനിക്കേണ്ടത്, ഞങ്ങൾ പറഞ്ഞു. അപ്പോൾ എന്തായാലും ഒരു 300 റുപ്പീസ് ഇയാൾ പറയട്ടോ. ചലഞ്ച് ചേട്ടാ, ചലഞ്ചായിരുന്നു. ഒന്ന് അങ്ങനെയൊന്നും പറയാൻ പാടില്ല കേട്ടോ. നിങ്ങൾ തമ്മിൽ ഒരു തീരുമാനത്തിലെത്തിക്കോളൂട്ടാ. അപ്പോൾ ഒന്ന് ശരി, ഓക്കെ, അവിടെ ഇരുന്നോളൂ. അപ്പോൾ ഗൈസ്, വീഡിയോ ഓഫ് ചെയ്തോ. നിങ്ങൾ
ഓക്കെ, അപ്പൊ സ്ട്രെസ് ആവണ്ട, കാരണം ഇതൊരു വീഡിയോക്ക് വേണ്ടിയിട്ടായിരുന്നു. അല്ല, സോറി. ഓക്കെ, നിങ്ങൾ അമ്മയോട് വെയിറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഒരു 300 റുപ്പീസ് ഉണ്ട് പിൻ ചെയ്തതിന്. പറ്റില്ല. എന്ത് പരിപാടി കാണിക്കുന്നത്? എൻ്റെ ചാനല് കുക്കുടി TV എന്നാണ്. ഇത് ഒരു പെൺകുട്ടി ആയതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്യുന്നില്ല. അല്ലെങ്കിൽ എന്താ ചെയ്യാ, എന്ത് ചെയ്യാ? അല്ലെങ്കിൽ ഇതിന്റെ സിസ്റ്ററാ, എന്ത് ചെയ്യാ? തിരിച്ചു കൊടുക്കും ഇല്ലന്നാ. ഒന്നും ചെയ്യുന്നില്ല. അല്ലെങ്കിൽ എന്താ ചെയ്യാ? അല്ലെങ്കിൽ എന്താ ചെയ്യാ? വീഡിയോ ഓഫ് ചെയ്തേ. വീഡിയോ ഓഫ് ചെയ്യാൻ പറ്റില്ല. എന്തോ ടെൻഷൻ ആവുന്നു വേണ്ട. ഇത് ചലഞ്ചാണ്. ചലഞ്ചാണ്. യൂത്ത് അല്ലേ ചേട്ടൻ? ഒരു യൂത്ത് അല്ലേ? പക്ഷെ നിങ്ങള് അതിനെന്താ അതിന് ക്രഷ് തോന്നിയതിനെന്താ പ്രശ്നം? തിരിച്ചു പറഞ്ഞല്ലോ. പിന്നെന്താ തളർന്നിട്ടുണ്ടെങ്കിൽ വാദം പിടിച്ചാൽ കിടക്കാന്നാ ആളാവല്ലേ? എന്ത് പരിപാടിയാണ് കാണിക്കുന്നത്? ഒന്നിലിങ്ങനെ നമ്മുടെ എന്റെ മാനസികാവസ്ഥ ഞങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുക? ഒരു കാര്യം ചലഞ്ചിൽ പങ്കെടുത്തല്ല. ഒരു കാര്യം ചെയ്യും, 300 രൂപ കിട്ടും, അത് അങ്ങോട്ട് കൊടുത്തു. എനിക്ക് പൈസ ഒന്നും വേണ്ട. അമ്മയുണ്ട്. അല്ല, അമ്മയോട് ഇങ്ങോട്ട് വരാൻ പറ്റും. അമ്മോട് സോറി ഗൈസ്. അപ്പൊ ആളുടെ മാനസികാവസ്ഥ നമുക്ക് മനസ്സിലാക്കി ഒന്ന് വെക്കോ. ഇതിലുള്ള എന്തെങ്കിലും പറഞ്ഞ ഒഴിവാക്കി സമാധാനപ്പെടുത്തിക്കോ. ഒന്ന് സമാധാനപ്പെടുത്തും. അല്ലെങ്കിൽ ഇനി തല്ലും കിട്ടും. എന്തായാലും അനിയത്തിനൊക്കെ വേണ്ട. വേണ്ട എനിക്ക്. അല്ല, നിങ്ങളൊരു കാര്യം പറയട്ടെ. ഇങ്ങനെ ആയ സ്ഥിതിക്ക് ഞാൻ ഒഴിഞ്ഞു പറയട്ടെ. ഫിക്സ് ചെയ്താടാ. പൊട്ടനാണെങ്കിൽ ഒരു ചലഞ്ച് മനസ്സിലാക്കാൻ പറ്റാതെ ഒരു ചലഞ്ച് മനസ്സിലാക്കാറില്ല എനിക്ക്. ഒന്നില്ല, ഒരു എണ്ണ ഫാനല്ലോടോ ജി. പറഞ്ഞു സമാധാനപ്പെടുത്തും. അനിയത്തിനെ ഞാൻ വിളിക്കണം. അപ്പൊ അവനക്ക് ആളോടും ക്രഷ് തോന്നോ? തോന്നലെന്തോ യൂത്താണ്. പക്ഷെ വേറെ കാര്യമുണ്ട്, ഓനക്ക് മാനസികമായിട്ട് എന്തോ പ്രശ്നമുണ്ട് കേട്ടോ. മാനസികമായിട്ട് എന്തോ പ്രശ്നമുണ്ട്. ഉള്ളിലിടാനായിക്കണം. എന്നാ കുറച്ചൊരു 5 മിനിറ്റ് കുട്ടീന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ചായ മേടിച്ചേ കുട്ടി. എന്നാ സന്തോഷായില്ലേ? മനസ്സിലായിട്ടില്ല. ആളിതാ 200 റുപ്പീസ് വിൻ ചെയ്തിരിക്കുകയാണ്. ഹാപ്പി അല്ലേ? ഓക്കെ, ആള് ചലഞ്ച് ഏറ്റെടുത്ത് ചെയ്തു. എവിടുന്ന വരുന്ന പറഞ്ഞേ? മാങ്ങാട്ടൂർ നിന്നാണ്. പേര് റിയ. എനിക്കിഷ്ടായി. അപ്പോൾ ആള് പറഞ്ഞു എൻ്റെ പെങ്ങളെ വിടാം, എൻ്റെ അനിയത്തിയെ വിടാം. അനിയത്തി നല്ല ഭംഗിയുണ്ട്, എന്നൊക്കെ ഭംഗിയുണ്ട്. അനിയത്തി എവിടെ? ഓക്കെ, ഒരു ഹായ് കൊടുത്തു. ഹായ്.